അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, മുൻ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത അദ്ദേഹം പറഞ്ഞത് വിവരദോഷമാണ്, അല്ലെങ്കിൽ അദ്ദേഹം വിവരദോഷിയാണ് എന്നത് മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നതാണോ, പാർട്ടി ഒന്നടങ്കം മനസ്സിലാക്കുന്നതാണോ, പാർട്ടിയുടെ നിലപാടാണോ? ബഹുമാനപ്പെട്ട കൂറിലോസ് തിരുവേനി ഇന്ന് മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത്തരം ചർച്ച തുടരേണ്ടതില്ല എന്ന അഭിപ്രായക്കാരനാണ്. അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്, മുഖ്യമന്ത്രിയും ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇനി ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയങ്ങളിൽ ഞാൻ അഭിപ്രായം പറയാം. ഒന്ന്, 2018 പ്രളയമുണ്ടായത്. ഏതെങ്കിലും പ്രളയം LDFന് അധികാരം നൽകുമെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോൽക്കുമായിരുന്നില്ല. 2018 മഹാപ്രളയത്തിന് ശേഷമല്ലേ 2019 LDF ഭേഷായി തോറ്റത്? ഈ മുഖ്യമന്ത്രി കാവൽക്കാരനായിരുന്ന് പ്രളയകാലത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, എന്നാൽ നമ്മൾ ഒരുമിച്ച് ഇറങ്ങുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മുഖ്യമന്ത്രി ആളുകളെ ചേർത്ത് പിടിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കണ്ടതിന് ശേഷവും 2019 തെരഞ്ഞെടുപ്പിൽ ആളുകൾ UDFനെയാണ് ഭൂരിപക്ഷ സീറ്റുകളിലും വിജയിപ്പിച്ചത്. അതുകൊണ്ട് പ്രളയം LDFന് വിജയകാരണമാകും എന്ന് വിലയിരുത്താൻ പാടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, ഇവിടെ ബഹുമാനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവാണ്, മുൻ മന്ത്രിയാണ്. അദ്ദേഹമാണ് LDFന് തുടർഭരണം കിട്ടുമെന്നൊരു ചാനൽ ആദ്യമായിട്ട് ഒരു സർവേ നടത്തി പ്രഖ്യാപിച്ചപ്പോൾ ആ ചാനലിൽ തന്നെ അദ്ദേഹം പറയുകയാണ്, ഇനിയൊരു പ്രളയം വരാനിരിക്കുന്നു. പ്രളയം വന്നാൽ LDF ജയിക്കുമെന്നല്ല, UDF ജയിക്കുമെന്നാണ് UDFൻ്റെ അവകാശവാദം. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന് പ്രളയ സഹായത്തോടെ തുടർഭരണം നേടിയെന്ന ആഖ്യാനം അത് സത്യവിരുദ്ധമാണ്, ചരിത്രവിരുദ്ധമാണ്, അത് വലതുപക്ഷ ആശയമാണ്. ഞങ്ങൾ പറയുന്നത് ഇവിടെ കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലെ 600 കാര്യങ്ങളിൽ 580 നടപ്പാക്കിയില്ലായിരുന്നെങ്കിൽ 4 കിറ്റ് കൊടുത്താൽ ഉടനെ മലയാളി ഇങ്ങനെ മാറിത്തീരും, അങ്ങനെ മലയാളികളെ വില കുറച്ച് കാണാൻ ഞങ്ങൾ തയ്യാറല്ല. ഇപ്പോൾ ഇന്നലെ ആനപ്പുറത്തേറിയോ അധികാരം ചോദിക്കുമ്പോൾ, ഇന്നലെ ഈ ആനപ്പുറത്ത് കയറി നിങ്ങൾ ആക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ചിത്രീകരിക്കുന്നതോ ആയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് 900 കാര്യങ്ങളിൽ ഏതെല്ലാം ലെവലിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി 2 കൊല്ലം കൂടിയുണ്ട്, അല്പം കൂടെ വേഗത്തിൽ ഈ സർക്കാർ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കും എന്ന് പറയുന്ന 600 പേജിലുള്ള 900 കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ മേലെ നടപ്പാക്കിയ കാര്യങ്ങളെക്കുറിച്ചും ഒരു രേഖയിട്ട്. ഇത് പിണറായി വിജയന് പുതുതായിട്ടൊരു ശീലം തുടങ്ങിയതല്ല, അദ്ദേഹത്തിൻ്റെ ശീലങ്ങൾ ഒക്കെ ഇവിടെ അവതരിപ്പിച്ചു. ഇങ്ങനൊരു ശീലം ഇന്ത്യ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിക്കും ഇല്ല. എല്ലാ കൊല്ലവും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എത്രയായി എന്ന് പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കുക. ഇന്നേ വരെ ഒരു മാധ്യമം, ഇന്നേ വരെ ഒരു പ്രതിപക്ഷ നേതാവ് ഒരാൾ പോലും ചോദ്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും, അദ്ദേഹം ആനപ്പുറത്തേറിയല്ല, ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്ന ഒരു ഭരണാധികാരിയുടെ പ്രതീകമാണ്. ഓക്കെ, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, അല്ലല്ല, ആനപ്പുറത്ത് ഇറങ്ങേണ്ടി വരുമെന്നുള്ളത് ഈ മാധ്യമത്തിന്റെ വിമർശനമല്ല, അത് ഇതുമായി ബന്ധപ്പെട്ട് വന്ന പ്രതികരണങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ഹെഡ്ലൈനാണ്. രണ്ടാമത്തെ കാര്യം, ശ്രീ അനിൽകുമാർ, ഇപ്പോൾ സർക്കാർ എന്തുകൊണ്ട് പ്രളയമല്ല സർക്കാരിന്റെ തുടർഭരണത്തിന് കാരണം എന്നങ്ങ് വിശദീകരിച്ചു. പ്രളയത്തിനൊപ്പം തന്നെ മഹാമാരി എന്നൊരു കാര്യം കൂടി ഗീവർഗീസ് മാർ കൂറിലോസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കോവിഡ് കാലത്തെ സർക്കാർ നൽകിയ സഹായങ്ങൾ, സർക്കാരിന്റെ കിറ്റ്, സർക്കാർ ജനങ്ങളെ തേടി എത്തി നൽകിയ സഹായങ്ങൾ, ഇതെല്ലാം കൂടി ഈ വിവാദങ്ങളെ അതിജീവിക്കാൻ കാരണമായി എന്നായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ അതങ്ങ് പറഞ്ഞില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ അങ്ങയോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, അങ്ങ് പൂർത്തിയാക്കുന്നവർ ഞാനിരുന്നല്ലോ, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, അല്ലല്ലോ, ഒരു നിമിഷം, എന്റെ അങ്ങയോടുള്ള ഡയറക്റ്റായ ചോദ്യം, ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞത് വിവരദോഷമാണ്, അദ്ദേഹം വിവരദോഷിയാണ് എന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ടോ, മുഖ്യമന്ത്രി വിലയിരുത്തുന്നുണ്ടോ? മുഖ്യമന്ത്രിക്ക് അപ്പോൾ തോന്നിയതാണോ, അതോ പാർട്ടിക്ക് തന്നെ ആ നിലപാടുണ്ടോ? അല്ല, ഇവിടെ കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട തിരുവേണ്ടി നിലപാടെടുത്ത കാര്യം എന്താണ്? ആ സംവാദം ഞാൻ അവസാനിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ബാക്കി പറയട്ടെ, അത് അദ്ദേഹത്തിന് തെറ്റിദ്ധാരണയില്ല. പ്രശ്നം എന്താണ്? അല്ല, ഞങ്ങൾ രാഷ്ട്രീയമായി കാര്യങ്ങൾക്ക് പ്രതികരണം അഭിവന്ദ്യനായ പിതാവ് ഗീവർഗീസ് മാർ കൂറിലോസ് അത് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞത് അദ്ദേഹം വിവാദങ്ങളുടെ സന്തത സഹചാരിയല്ല. അദ്ദേഹം ഉയർത്തുന്നത് രാഷ്ട്രീയ വിമർശനമാണ്. അതിന് വ്യക്തിപരമായ മറുപടി പറഞ്ഞാൽ വ്യക്തിപരമായ രീതിയിൽ പ്രതികരിക്കുന്ന ചരിത്രം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് ആ വാക്കുകൾ സ്വായത്തമല്ല.
ആ നിലവാരം അദ്ദേഹത്തിന് ആശ്രയിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് അദ്ദേഹം അത് അവസാനിപ്പിക്കുകയാണ്. അതിന് പോരുപിടിക്കുന്ന അല്ലെങ്കിൽ അതിന് ആധികാരികമാക്കാൻ കഴിയുന്ന പഴഞ്ചൊല്ലുകൾ അനവധിയുണ്ട്, ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിച്ചത് ഇത് പാർട്ടിയുടെ വിലയിരുത്തലാണോ? അഭിവന്ദ്യനായ മാർ ഗീവർഗീസ് കൂറിലോസിനെ വിവരദോഷി എന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ടോ? അതാണ് പറയുന്നത്. വ്യക്തിപരമായി പറയുന്ന ഒരു കാര്യത്തിനും പ്രതികരിക്കുന്ന സ്വഭാവക്കാരനല്ല മുഖ്യമന്ത്രി. അപ്പം വ്യക്തിപരമായി അദ്ദേഹം വികാരം കൊള്ളാറില്ല, അത് ദയവായി മനസ്സിലാക്കണം. അദ്ദേഹം വ്യക്തിപരമായി ആരെ ആക്ഷേപിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ മകൾക്ക് വിദേശത്ത് അക്കൗണ്ട് ഉണ്ടെന്ന് ഈ ഒരാഴ്ച മുന്നേ വരെ എല്ലാ പത്രവും എഴുതി. എന്നാൽ അക്കൗണ്ട് നമ്പർ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തപ്പിയെടുക്കായിരുന്നു. അതിൽ ലാവലിൻ്റെ പണം വന്നെന്ന് അദ്ദേഹത്തെക്കുറിച്ച് എഴുതി, അതിൽ PWCയുടെ പണം വന്നത് പത്രങ്ങളെല്ലാം എഴുതി. ഞാനങ്ങനെ ഒരു പത്രം വായിച്ചിട്ടില്ല. അത് ഷോൺ ജോർജിന്റെ ആരോപണം എന്ന രീതിക്കാണ് അത് ഉന്നയിക്കപ്പെട്ടത്. ഷോൺ ജോർജിന്റെ ആരോപണം അതിൽ ഉന്നയിക്കപ്പെട്ടത് അല്ലല്ല. അതിലേക്ക് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിന്നെ വ്യക്തിപരമായി അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഗീവർഗീസ് മാർ കൂറിലോസിനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പുരോഹിതന്മാർക്കിടയിൽ വിവരദോഷികളുണ്ട് എന്നതാണ് ആ പുരോഹിതന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് വ്യക്തിപരമായ പരാമർശമല്ലേ? അതെ, ദയവായി ഒന്ന് കേൾക്കൂ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയത്തിൽ പ്രതികരണങ്ങൾ വരും. നിങ്ങൾ വ്യക്തിവിദ്വേഷം അല്ലെങ്കിൽ വ്യക്തിപരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ദയവായിട്ട് പറയാം. ബഹുമാനപ്പെട്ട ഷോൺ ജോർജിൻ്റെ പത്രസമ്മേളനം ഒരു 11:30-ക്കായിരുന്നു. അന്ന് രാവിലെയാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രം പറഞ്ഞത്. എന്താ പറഞ്ഞത്? വിദേശത്തേക്ക് കോടികൾ ഒഴുകി. ഷോൺ ജോർജ് പറയുന്നതിന് മുമ്പാണ്. അത് ED കണ്ടെത്തി. അത് എക്സാലോജിക്ക് ഇടപാടിലാണ്. ആ ഇടപാട് ഏതായിരുന്നു? ആ അക്കൗണ്ട് ഏതായിരുന്നു? അത് മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായും അദ്ദേഹത്തിന്റെ മകൾക്ക് വ്യക്തിപരമായും ചെന്ന് കൊള്ളുന്നൊരു കാര്യമാണ്. ഞാനത് പരിശോധിക്കാം. ഞാൻ ശ്രദ്ധയിൽപ്പെടാത്തതാണെങ്കിൽ ആ വിഷയത്തിൽ വിഷയമതല്ല ഡൈവേർട്ട് ചെയ്ത് പോകരുത് അഡ്വക്കേറ്റ് KL കുമാർ. ഞാൻ അങ്ങോട്ട് 4ാമത്തെ തവണ ആവർത്തിച്ച് ചോദിക്കാൻ തയ്യാറാണ്. അതിനുശേഷം എനിക്ക് മറ്റതിഥികളിലേക്ക് പോകണം. അന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 43 മിനിറ്റായി അഡ്വക്കേറ്റ് KL കുമാർ, ഗീവർഗീസ് മാർ കൂറിലോസ് അഭിവന്ദ്യനായ കേരളത്തിലെ പുരോഹിതൻ വിവരദോഷിയാണെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ടോ? 4ാമത്തെ തവണയാണേ, ഇനി ചോദിക്കില്ല. ദയവായി മാധുരോട് ഞാൻ പറയുകയാണ്. മാധു ചർച്ച തുടങ്ങിയിട്ട് നമ്മൾ 43 മിനിറ്റ് ആയില്ല. നമ്മൾ ചർച്ച തുടങ്ങിയിട്ട് ഞാൻ പറയുന്ന ഏക കാര്യം ഇത്രയേ ഉള്ളൂ. 13 മിനിറ്റ് ഞാൻ ചർച്ച ചെയ്യല്ല. നിങ്ങളുടെ പരസ്യം എത്ര മിനിറ്റ് ആയിരുന്നു? എന്നെ കൊണ്ട് കണക്കൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ പറയുന്ന ഒരു കാര്യം മാത്രം ഇത്രേ ഉള്ളൂ. ദയവായി ഒന്ന് കേൾക്കുക. മുഖ്യമന്ത്രി വ്യക്തിപരമായി നെർവസ് ആയിട്ട് മറുപടി പറയുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കമല ഇന്റർനാഷണൽ ഉണ്ടെന്ന് പറഞ്ഞപ്പം വല്ല മറുപടിയും പറഞ്ഞു? അദ്ദേഹം അങ്ങനെ മറുപടി പറയുന്ന ആളല്ല. ആക്ഷേപങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിനൊന്നും പ്രതികരിക്കാറില്ല. അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുമ്പോൾ ആ രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് ചോദിക്കില്ല. കേരളത്തിലെ അഭിവന്ദ്യനായ പുരോഹിതൻ ഗീവർഗീസ് മാർ കൂറിലോസ് വിവരദോഷിയാണെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ 5ാമത്തെ തവണ ചോദിച്ചു. ഉണ്ടെന്നോ ഇല്ലെന്നോ അങ്ങേക്ക് പറയാമോ? അത് തന്നെയാണ് കൃത്യമായിട്ട് ഉത്തരം. അല്ല, അതിന് മറുപടി പറഞ്ഞില്ല. അതെ, കൃത്യമായിട്ട് ഉത്തരം എന്താണ്? കൃത്യമായിട്ട് ഉത്തരം എന്താണ്? ആ സംവാദം നടത്തിയ ആ സംവാദത്തിൽ ഇടപെട്ട തിരുമേനി തന്നെ ഒരു നിലപാട് സ്വീകരിച്ചു. തിരുമേനിയുടെ നിലപാടല്ല പാർട്ടിയുടെ നിലപാട്. ഇപ്പോ ഗീവർഗീസ് മാർ കൂറിലോസ് ആണ് എടുക്കുന്നത്. അത് തന്നെയാണ് എന്റെ ഉത്തരം. പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ഈ കേസിൽ പാർട്ടിയുടെ നിലപാടില്ലേ? പാർട്ടിയുടെ നിലപാടില്ലേ? അദ്ദേഹത്തിന്റെ ഓഫീസിൽ മുഖ്യമന്ത്രി വായിച്ചത്. പാർട്ടിയുടെ നിലപാടാ പറയുന്നത്. പാർട്ടിയുടെ നിലപാട് എന്താണ്? പാർട്ടിയുടെ നിലപാടാണ് പറയുന്നത്. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങളാണോ വാസ്തവ വിരുദ്ധമായിട്ടുള്ളത്, ആ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രതികരണങ്ങൾ വന്നു. ആ പ്രതികരണങ്ങളോട് തുടർന്ന് അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചത് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ വിമർശനമാണ്. ആ വിമർശനത്തിന് കേരളത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയാണ് അദ്ദേഹം വിവരദോഷിയാണ് എന്ന്. അത് പാർട്ടിയുടെ നിലപാടാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. 6ാമത്തെ തവണ അഡ്വക്കേറ്റ് KL കുമാർ, ആണോ അല്ലയോ? അതെ, അത് തന്നെയാണ് കൃത്യ ഉത്തരം. അത് ആ സംവാദം നടന്ന 2 വ്യക്തികൾ, അതിൽ ഒരു ഭാഗത്തുള്ള ആളുകളുടെ സംവാദത്തിന് വിളിച്ച് കേരളത്തിന് മുഖ്യമന്ത്രി പറഞ്ഞതല്ല ഇത്. കേരളത്തിലെ സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കുന്ന ചടങ്ങിൽ വെച്ചത് സർക്കാർ പരിപാടിയാണ്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലല്ല. സർക്കാർ പരിപാടിയിൽ മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് കേരളത്തിലെ ഒരു അഭിമന്യനായ പുരോഹിതന് നേരെ നടത്തിയ ഒരു അധിക്ഷേപമാണത്. വിവരദോഷി എന്ന് പറയുന്നത് പട്ടും വളയുമല്ലല്ലോ, അധിക്ഷേപമാണ്.
അപ്പോൾ ആ അധിക്ഷേപം പാർട്ടി നിലപാടാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. 7ാമത്തെ തവണ അങ്ങാണോ അല്ലയോ എന്ന് പറയണില്ല. ഇനി അഭിമന്യനായ പിതാവ് അത് പറയുന്നില്ല എന്നതുകൊണ്ട് അത് അവസാനിച്ചു എന്ന് അങ്ങ് പറഞ്ഞാൽ അവസാനിച്ചു എന്ന് റാൻ മൂളാൻ തൽക്കാലം കഴിയില്ല. നിവൃത്തികേടാണ്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. ഞാൻ വരാം. ശ്രീ സന്ദീപ് വാര്യർ. അത് റാംമൂളം പറഞ്ഞില്ല. അയ്യോ അങ്ങനെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അല്ല, അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാൽ കേരളത്തിലെ ചർച്ചകൾ അവസാനിക്കില്ല എന്നാണ് പറഞ്ഞത്. അത് അവസാനിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാൽ കേരളത്തിലെ ചർച്ചകൾ അവസാനിക്കില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവസാനിക്കണമെങ്കിൽ റാൻ മൂളണം. അങ്ങനെ ഒരു റാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രീ അനിൽകുമാർ.